പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇന്ത്യക്കെതിരെ നിലപാടെടുത്ത പാക് ക്രിക്കറ്റ് താരം ഷാഹിദ് അഫ്രീദിക്ക് മലയാളി സംഘടന ദുബായിൽ സ്വീകരണം ഒരുക്കിയതിനെ ചൊല്ലിയുള്ള വിവാദം കനക്കുകയാണ്. ഇക്കഴിഞ്ഞ 25-ാം തീയതിയാണ് ഓർമ്മ ചുവടുകൾ എന്ന പേരിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ബിടെക് അലുമിനി അസോസിയേഷൻ ദുബായിൽ ഒരു പരിപാടി സംഘടിപ്പിച്ചത്. ഇതിന്റെ വേദിയാകട്ടെ പാകിസ്ഥാൻ അസോസിയേഷൻ ദുബായ് കമ്മ്യൂണിറ്റി സെന്ററും. ഈ പരിപാടിയിൽ പാക് മുൻ ക്രിക്കറ്റ് താരങ്ങളായ ഷാഹിദ് അഫ്രീദിയും ഉമർ ഗുലുവും പങ്കെടുത്തതാണ് വിവാദമായത്. ഷാഹിദ് അഫ്രീദിയെ വേദിയിലേക്ക് ആനയിക്കുന്നതും അഫ്രീദി സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതും ദൃശ്യങ്ങളിൽ ഉണ്ടായിരുന്നു. ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സാമൂഹിക മാധ്യമങ്ങളിൽ കടുത്ത വിമർശനമാണ് ഉയരുന്നത്. പാകിസ്ഥാൻ ക്രിക്കറ്റ് താരങ്ങളെ ആനയിച്ചു കൊണ്ടുവന്ന് ആഘോഷം സംഘടിപ്പിച്ച മലയാളി സംഘടനയെ അഞ്ചാം പത്തികൾ എന്നല്ലാതെ എന്ത് വിളിക്കാനെന്നായിരുന്നു BJP നേതാവ് K സുരേന്ദ്രന്റെ പ്രതികരണം. എന്നാൽ വിമർശനം കടുത്തതോടെ വിശദീകരണവുമായി സംഘടനാ ഭാരവാഹികൾ രംഗത്തെത്തിയിട്ടുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നതിന് മുൻപേ ഹാള് ബുക്ക് ചെയ്തിരുന്നതാണ്. മറ്റൊരു വേദി കണ്ടുപിടിക്കുന്നത് അസാധ്യമായതിനാൽ അതേ വേദിയിൽ തന്നെ പരിപാടിയുമായി മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ചടങ്ങിലേക്ക് താരങ്ങളെ ക്ഷണിച്ചിരുന്നില്ല. അതേ ഓഡിറ്റോറിയത്തിൽ മറ്റൊരു ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്ന താരങ്ങൾ വിളിക്കാതെ കയറി വരികയായിരുന്നുവെന്നും എല്ലാം പെട്ടെന്നായതിനാൽ നിയന്ത്രിക്കാനായില്ലെന്നുമാണ് വിശദീകരണം. എന്നാൽ സംഘടനാ ഭാരവാഹികളുടെ വിശദീകരണവും പരിപാടിയുടെ ദൃശ്യങ്ങളും തമ്മിൽ ഒത്തുപോകുന്നില്ല എന്നതാണ് വിമർശനം ഇത്ര കണ്ടുയരാൻ കാരണമായത്.